എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. വരാനിരിക്കുന്ന റിലീസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഗംഭീരം. ഓക്കെ, കുറേ സിനിമകൾ ഇപ്പോൾ റിലീസിന് എത്തുന്നുണ്ട്. ചിലത് വരുന്നുണ്ട്, അറിയുക പോലും ചെയ്യാതെ പോകുന്നുണ്ട്. എന്നാൽ ചിലത് ഭയങ്കരമായിട്ടുള്ള ഓളുണ്ടാക്കുന്ന സിനിമകളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ചില സിനിമകളാണ് ലാലേട്ടൻ്റെ ചില സിനിമകൾ. കറക്റ്റാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞങ്ങൾ എന്തെങ്കിലും ശമ്പളം കൊടുത്ത് നിർത്തിയതല്ല, എഡിറ്റ് ചെയ്തതല്ല, ലാലേട്ടൻ വിളിച്ച് പറഞ്ഞതുമല്ല. അതെ അല്ലേ? സത്യം കേൾക്കുമ്പോ എങ്ങനെ ചിലക്കാണ്ട് പോകും എന്നാണ് അത് ചോദിക്കുന്നത്. എന്താണെങ്കിലും ഇനി വരാനിരിക്കുന്ന ഒരു 10-12 സിനിമകളിലൊക്കെ ഒരു ലിസ്റ്റ് നമ്മുടെ ഏകദേശം ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ലാലേട്ടൻ്റെ സിനിമകൾ തന്നെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും ഇനി വരാനിരിക്കുന്ന റിലീസിനായിട്ട് ഒരുങ്ങുന്ന 4Kയിൽ വർക്ക് നടക്കുന്ന സിനിമകളും പിന്നെ വരാൻ പോകുന്നു എന്നുള്ള റൂമേഴ്സ് ഉള്ള ചില സിനിമകളാണ് പറഞ്ഞത്. ചിലത് നമുക്ക് ഒരു 100% ഉറപ്പില്ലാത്തതുണ്ട്. അതൊന്ന് കേൾക്കുന്നു, അതിൻ്റെ കിംവദന്തികളുണ്ട്. ചിലരിടത്തു നിന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുമുണ്ട്, പക്ഷെ ഉറപ്പൊന്നുമില്ല. മേ ബി കുറച്ച് കഴിയുമ്പോൾ അനൗൺസ് ഒക്കെ വന്നേക്കാം. റിലീസിന് ഒരുങ്ങുന്നുണ്ട്, വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സാധ്യത ഉണ്ട്. അതെ. ഓക്കെ, അപ്പോൾ ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ ഇതാണ്, ഫോർ ദ പീപ്പിൾ. ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ടുള്ള കോളിളക്കം സൃഷ്ടിച്ച് ട്രെൻഡായിട്ടുള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ആ സിനിമയുടെ കണ്ടന്റ്, പിന്നെ അതിലെ പാട്ടുകൾ, എല്ലാ സോങ്ങും അതെ അത്ര ഗംഭീരമായിരുന്നു. ജാസി ഗിഫ്റ്റിനെ നമുക്ക് സമ്മാനിച്ച സിനിമയാണ്. അതെ, ഏറ്റവും ഭയങ്കരമായിട്ട് ഹിറ്റ് ആയത് ലജ്ജാവതി സോങ് ആയിരുന്നു. ബാക്കി സോങ്ങുകളെല്ലാം ഹിറ്റ് തന്നെയാണ്, പക്ഷെ കുറച്ച് മുകളിൽ നിന്നത് ലജ്ജാവതി ആയിരുന്നു. നീ കാത്തിരിക്കുന്നുണ്ടോ ഫോർ ദ പീപ്പിളിന്? ഞാൻ അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുള്ള സിനിമയായിരുന്നു, എന്നാലും ഞാൻ കണ്ടിട്ടില്ല. ഒന്നും കൂടി കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് തിയേറ്ററിൽ. എനിക്ക് അറിഞ്ഞൂടോ ഇപ്പത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലേ ജനറേഷൻ എങ്ങനെയാണെന്നുള്ളത്. ചിലപ്പം ഈ സോങ് ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ആ സോങ് ഒന്നും കൂടി ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ. ഇപ്പത്തെ പിള്ളേർക്ക് ഈ ലജ്ജാവതിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമ സോങ് ആണോ എന്നുള്ളത് ഒരു സംശയം. അതൊരു ഡൗട്ടാണ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത് 4Kയിൽ റിലീസിന് എത്തുന്നുണ്ട്. അടുത്തത് അമരമാണ്. അമരം കുറച്ചായിട്ട് പറയാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അതെ അതെ, അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം, പക്ഷെ എന്ന് വരും, എങ്ങനെ വരും എന്നുള്ളത് അറിഞ്ഞൂടാ. എങ്ങനെ വരും എന്നുള്ളത് എടുത്തു പറയാനുള്ള കാരണം മമ്മൂക്ക സിനിമകൾ പലതും അടുത്തൊന്നും വരാത്ത രീതിയിലുള്ള അല്ലേ. അതായത് വളരെ മികച്ച വർക്കായിരുന്നു ഒരു വടക്കൻ വീരഗാഥ. അത് ഗംഭീര സാധനമായിട്ടും എല്ലാ തിയേറ്ററുകളിലും ഉണ്ടായിരുന്നില്ല, ചിലയിടങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പല സ്ഥലങ്ങളിലും ഇല്ലായിരുന്നു. അതെ, എന്താണെങ്കിലും ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റിൽ ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ്. അതെ. എന്താണെങ്കിലും അടുത്തത് വെട്ടം, പ്രിയദർശൻ ദിലീപ് കൂട്ടുകെട്ട്. ഇത് നമുക്ക് 100% ഉറപ്പില്ല, പക്ഷെ വെട്ടം സിനിമ 4Kയിൽ വരുന്നുണ്ട് എന്നുള്ള തന്നെയാണ് കേൾക്കുന്നത്. പ്രിയദർശന്റെ ദിലീപിന്റെ അഴിഞ്ഞാട്ടമുള്ള സിനിമ. അയ്യോ, ദിലീപിന്റെ മാത്രമോ അതിലൊരു കൂട്ട ആൾക്കാരുണ്ട്, മലയാള സിനിമ മൊത്തത്തിലുണ്ട്. അതിനകത്ത് ആര് നമുക്ക് അതിൽ മമ്മൂക്കിൽ ലാലേട്ടൻ ഇല്ലാത്തുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ട് അതില്. അത് ശരിക്കും അതിലെ ഓരോരുത്തരുടെയും പെർഫോമൻസ് ഉണ്ടല്ലോ, ഗംഭീരമാണ്. എങ്ങനെ ഇത്രയും സ്പേസ് ഒക്കെ എല്ലാവർക്കും കൊടുത്തു എന്നുള്ളൊരു അത്ഭുതമാണ്. പിന്നെ എങ്ങനെ കൂട്ടിക്കെട്ടി ഇണക്കിയിട്ട് ലാസ്റ്റ് ഒരു കൂട്ടായിട്ട് ഒരൊറ്റ ലൊക്കേഷനിൽ കൊണ്ട് നിർത്തുന്നത്, ചരടിൽ കൊണ്ട് നിർത്തി എല്ലാത്തിനും കൂടി, അതാണ് അത്ഭുതമാണ്. എന്തായാലും ഞാനത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഭയങ്കര വൈബായിരുന്നു കേട്ടോ അത്. അടുത്തത് ഉദയനാണ് താരം. റോഷൻ ആൻഡ്രൂസ്. ഇത് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല, ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ്. അതെ, ഉദയനാണ് താരം. ഈ സമയങ്ങളിലൊന്നും ഞാൻ ഈ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ആസ്വദിക്കുന്ന ഒരാളല്ല. അത് ആലോചിച്ച് നോക്കണം. അതായത് ഒരുപാട് കാലം മുമ്പേ തുടങ്ങിയിട്ടൊന്നുമില്ല ഇത്. കുഴപ്പമില്ല, ജൂലൈ 18 വരുന്നുണ്ട്, പോയി കണ്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ മൂടില്ല അത് തിയേറ്ററിൽ കാണാനുണ്ടായിരുന്നു അന്ന് കേട്ടോ. ഇന്നത് വരുമ്പോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എനിക്കെന്താ അങ്ങനെ മൂടില്ല. എന്തായാലും ഉദയനാണ് താരം വരുന്നുണ്ട്. അടുത്തത് കമ്മീഷണർ. ഇത് ഏകദേശം കൺഫേം ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇത് തീപ്പൊരി എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പോ ഒന്ന് കത്തും. അതും JSK ഒക്കെ റിലീസ് ചെയ്ത് നല്ലൊരു അഭിപ്രായം കിട്ടി നിൽക്കുന്ന സമയത്ത് ആ സിനിമ റിലീസ് വരുന്നെങ്കിൽ നല്ല പോലെ ഒരു ഇത് ആവാനുള്ള ചാൻസ് ഉള്ള സിനിമയാണ്. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. അതായത് ഇത് ഏത് വിഭാഗം ആൾക്കാരാണ്
ഇതിന് പോവുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു അങ്ങനത്തെ ഒരു വിഭാഗം എന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ആക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഓണർ ആ രീതിയിലൊക്കെ നോക്കിയിട്ട് ഏത് രീതിയിലുള്ള ആൾക്കാർ ഇതിന് പോകുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതൊന്നും നമ്മൾ തിയേറ്ററിൽ പോയി കാണാത്ത സിനിമയാണല്ലോ. അതിന്റെ ഡയലോഗ് ഡെലിവറിയും സാധനങ്ങളൊക്കെ ഒന്ന് തിയേറ്ററിൽ കാണണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് ആഗ്രഹം കേട്ടോ, തീർച്ചയായിട്ടും. അടുത്തത് രാവണപ്രഭു. ഇത് പിന്നെ തിയേറ്ററിൽ കണ്ട സിനിമയാണ്, എന്നാലും ഇത് തിയേറ്ററിലും കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് തുടർച്ചയായിട്ട് ഇങ്ങനെ പല സമയങ്ങളിലും ഇത് എപ്പോൾ എൻ്റെ മുമ്പിലേക്ക് TV തുറന്നാൽ വരുമോ അപ്പോഴൊക്കെ ഞാനിരുന്ന് കാണും. അതൊരു വൈബാ. ഞാൻ ലാലേട്ടൻ എന്നുള്ള അത് ഏറ്റവും ഈ ഭയങ്കര വൈബിൽ നിൽക്കുന്നൊരു സമയം, അത് നരസിംഹം, രാവണപ്രഭു, ഈ സമയം ഉണ്ടല്ലോ, ആ സമയം രാവണപ്രഭു എനിക്കിങ്ങനെ തളച്ചു നിൽക്കുന്ന സമയം. അതായത് ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ മറ്റേ അതില് മറ്റേ വാച്ചല്ലേ, നരസിംഹത്തിന്റെ അങ്ങനെ ഒട്ടിക്കുന്ന സാധനല്ലേ ടൈപ്പ്. ഞാൻ അതിന് നടന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ഞാനത് യൂസും ചെയ്തിട്ടില്ല. പക്ഷെ അത് ചിലരുടെ ഒക്കെ കയ്യിൽ കാണും. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു അതൊന്ന് വാച്ചൊക്കെ ഒന്ന് കെട്ടണം. സത്യോടോ, അത്രക്ക് പ്രാന്ത് കയറിയിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രാന്ത് കയറിയിട്ട് ഞാൻ നടന്ന് ഒരു ഒപ്പിച്ചൊരു സാധനമുണ്ട്. മെസ്സിയുടെ ബാർസലോണയിൽ ഒരു പിക്ക് ഉണ്ടായിരുന്നു. ഞാനത് ഇതിൽ കണ്ടിട്ട് എനിക്കത് കിട്ടണം. എന്നിട്ട് ഞാനത് വലിയ ഫോട്ടോ ഞാൻ ഒപ്പിച്ചു. അതുപോലെ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്നൊരു സാധനമാണ്. രാവണപ്രഭുവിന്റെ സമയത്തും മറ്റൊരു സാധനമായിരുന്നു. കെട്ടുന്നത് വന്നത് മറ്റേ കോളേജ് കുമാരല്ല, ബാക്കിൽ കെട്ടുന്ന ടൈപ്പ്. ഇതൊരു റൗണ്ട് തൊപ്പി, ഫ്രണ്ടിലേക്കില്ല, അങ്ങനത്തെ സാധനം. അത് ഭയങ്കര വൈറലായിരുന്നു, ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന സാധനങ്ങളായിരുന്നു. ഞാൻ ഇതേപോലെ അതായത് ദുബായ്, അതുപോലെ ഇഷ്ടം, ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇഷ്ടത്തിലൊരു എല്ലാവരും ദുബായിയുടെ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഷർട്ട് 2 കളറായി, അതിനിങ്ങനെ നടക്കുമ്പോൾ ഞാൻ നടന്നിരുന്നത് ഇഷ്ടത്തിൽ തീവ് കിട്ടിയിരുന്ന ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു. അത് കിട്ടിയില്ല. പക്ഷെ പ്യുവർ വൈറ്റ് അല്ല, പ്യുവർ യെല്ലോ, അത് ലൈറ്റ് ആയിട്ടുള്ള ലൂസ് ടൈപ്പ് യെല്ലോ കളർ ഇതുണ്ടായിരുന്നു, അത് ഞാൻ ഒപ്പിച്ചു. ഓക്കെ, എന്തായാലും ദിലീപിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ദിലീപിന്റെ മറ്റൊന്നും കൂടി റിലീസിന് ഒരുങ്ങുന്നുണ്ട്, മീശ മാധവൻ. ഒരു സംഭവബഹുലമായിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇത് അതേപോലെ ടിവിയിലൊക്കെ വന്ന മാറ്റാതിരുന്ന് കാണുന്ന, ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിലൊന്നാണ് മീശ മാധവൻ. ഇതിനൊരു പ്രത്യേക ഫീൽ ഉണ്ട്. ഇതിന്റെ ടൈറ്റിലിംഗ് മുതൽ ലാസ്റ്റ് വരെ, ഒടുക്കം വരെ, തുടക്കം മുതൽ ഒടുക്കം വരെ അതൊരു വൈബാ. ഇപ്പോൾ ഇതിനിപ്പോൾ ആൾക്കാർ കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല, കയറും. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദിലീപ് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, നമ്മളത് മറ്റുള്ളതിലൊക്കെ ഓരോ താരങ്ങൾക്കുള്ള പ്രാധാന്യം നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ കോമഡി എന്നുള്ള രീതിയിൽ, പിന്നെ സോങ്ങുകൾ വളരെ മികച്ചത്, പിന്നെ ഫാമിലി അതിനാണ് ഏറ്റവും പ്രാധാന്യം കൂടുതൽ. അതിനാണ് റീ റിലീസുകൾക്ക് എപ്പോഴും കൂടുതൽ പ്രാധാന്യം ഫാമിലി ആയിട്ട്. ഇവർ മറ്റ് ഇങ്ങനെയുള്ള ഈ അവർക്ക് ചേരാത്ത രീതിയിലുള്ള സിനിമകൾ വരുമ്പോൾ അവർ തിയേറ്ററിലേക്ക് പോകാൻ മടിച്ച് ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് വിഭാഗമുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ടീമാണ് തുടരും സിനിമക്ക് കയറിയിട്ട് വിജയിപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല, ഇളക്കി പൊളിച്ചടിക്കും, മറിച്ചത്. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഫാമിലി കയറി അങ്ങ് വിജയിപ്പിക്കും. അതിന് പറ്റിയ സാധനമാണ് മീശ മാധവൻ. അങ്ങനെയാണെങ്കിൽ ഫാമിലി കയറി ഇനി തകർക്കാൻ പോകുന്ന വേറൊരു സാധനം വരുന്നുണ്ട്. ഏതാണ്? തേന്മാവിൻ കൊമ്പത്ത്. ഞാൻ കാത്തിരിക്കുന്ന സാധനം. അതെനിക്ക് തോന്നുന്നു നമ്മളൊന്ന് തിയേറ്ററിൽ കാണാത്ത സിനിമകളാണിത്. ഞാൻ ഈ ലിസ്റ്റില് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് തേന്മാവിൻ കൊമ്പത്ത്. അതിന് കാരണം ഒരുപാടുണ്ട്. അതായത് ഇതിൻ്റെ ഓരോ ഫ്രെയിമുകളും ബിഗ് സ്ക്രീനിൽ 4K കാണണം. ചിന്തിച്ച് നോക്കിയാൽ മതി. അത് യൂട്യൂബിൽ ഇപ്പോൾ ഏതെങ്കിലും സോങ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, ആ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഭീകരമായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ, ഇതിന്റെ ടൈറ്റിൽ ഉണ്ടല്ലോ, ടൈറ്റിൽ സോങ് ഉണ്ടല്ലോ, ആ സാധനം ഫുള്ള് ഇരുന്നൊന്ന് 4K കാണണം. അതിന്റെ ആ സോങ്ങും നിലാപ്പൊങ്കലായനെന്നുള്ള സാധനം തുടങ്ങും മുതൽ ആ കാളവണ്ടി പോണത്, അതിനകത്ത് ഇതേപോലെ വെറുതെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അതായത് ഇതിലെ ഏറ്റവും മികച്ച സോങ്ങുകൾ അത് നമ്മൾ എപ്പോഴും തുടർച്ചയായിട്ട് കാണുന്ന സോങ്ങുകളാണ്. അത് ഫാമിലിക്കും അതുപോലെ തന്നെയാണ്, എല്ലാ ഫാമിലിക്കും. അതുകൊണ്ട് തന്നെ അതിന് മാത്രം പ്രാധാന്യം കൊടുത്ത് കാണാൻ പോയി കഴിഞ്ഞാൽ തന്നെ ലാഭമാണ്. സിനിമ എന്തെന്നുള്ളത് പോട്ടെ, അതിൻ്റെ കഥ എന്തെന്നുള്ളതൊക്കെ പോട്ടെ, സോങ്ങിനായിട്ട് പോകും കുറച്ച് ആൾക്കാർ. ഇനി ഫ്രെയിമിന് വേണമെങ്കിൽ അങ്ങനെ പോവാം.
ഇനി പെർഫോമൻസിന് ആണെങ്കിൽ അങ്ങനെയും ലെജൻസിനെ കാണണമെങ്കിൽ പിന്നെ അങ്ങനെ പോവാ. പിന്നെ ഇതിന്റെ സ്റ്റോറിന്റെ കാര്യത്തിലും ഒരിക്കലും അതൊരു ഇതല്ല, ഗംഭീരമാണ്. ഫാമിലിക്കൊക്കെ ഏറ്റവും കൂടുതൽ സംഭവമായിട്ടുള്ള കഥ അതൊന്നും വേണ്ട, ബാക്കി സാധനങ്ങൾ എടുത്താൽ മതി, അതന്നെ ലാഭാണ്. പിന്നെയാണ് കഥയിലേക്ക് കിടക്കുന്നത്. അതെന്താണെങ്കിലും തേന്മാവിൻ കൊമ്പത്ത് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഈ ലിസ്റ്റിൽ ഏറ്റവും ഹൈപ്പുള്ള സിനിമ. ഇപ്പം രാവിലെ വരുമ്പോ എന്റെ വീട്ടിൽ എപ്പോഴും കൂടുതൽ സമയം കളിച്ചോണ്ടിരിക്കുന്ന സോങ് അതായിരിക്കും. പിന്നെ കിലുക്കം കിലുക്കം ഉണ്ടാവാറുണ്ട്. കിലുക്കം പിന്നെ മിന്നാരത്തെ പാട്ട്, മിന്നാരം, ഒരു കൊല്ലം പൊന്നും പോവും. ഓക്കെ, അപ്പൊ എന്തായാലും തേന്മാവിൻ കൊമ്പത്ത് അടുത്തത് സംഭവം. അടുത്തത് 2020. എന്റെ ഷൂ ഓട്ടായത് എപ്പോഴും ഞാൻ ഓർക്കുന്നു. അതിന് ടിക്കറ്റ് എടുത്തിട്ട് എന്റെ ഷൂ, പുതിയ ഷൂ ഒരു ദിവസം ഇട്ടിട്ടുള്ളൂ. ഈ സിനിമ എനിക്ക് താല്പര്യമില്ല. എനിക്കും തിയേറ്ററിൽ ഇനി കാണാൻ വലിയൊരു താല്പര്യമില്ലാത്ത സിനിമയാണ്. അന്ന് പോയി തിയേറ്ററിൽ തന്നെ കണ്ടിട്ടുള്ള സിനിമയാണ്. അന്ന് ഷർട്ടൊക്കെ ഊരി ജയ് വിളിച്ച കറങ്ങി മറിഞ്ഞ് തിയേറ്ററിൽ കുത്തി മറിഞ്ഞ സിനിമയാണ്. ഞാൻ അതേപോലെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമ തെങ്കാശി പട്ടണം തിയേറ്ററിൽ. അമ്പോ അത് എന്തായിരുന്നു. തെങ്കാശി പട്ടണത്തിന് ഞാൻ പോയി. ഞാൻ പെരിന്തൽമണ്ണ പോകുന്നത്. അതിൽ തെങ്കാശി പട്ടണം ഭയങ്കര കോമഡി ആണല്ലോ. എൻ്റെ ഫാദറും പിന്നെ കസിൻസും കുറേ ആൾക്കാരുണ്ട്. ഇവർ പോകുന്നത് ദാദാ സാഹിബിനാ. അപ്പം എൻ്റെ മനസ്സ് പ്രാർത്ഥിക്കുകയാണ്, ദാദാ സാഹിബിന് കയറല്ലേ, ടിക്കറ്റ് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹം അറിയോ തെങ്കാശി പട്ടണം. അതിൽ അവിടെ പോയി നോക്കണ്ട, കിട്ടൂല. അടുത്തടുത്ത് തന്നെ തിയേറ്ററുകളിൽ. നേരെ തെങ്കാശി പട്ടണത്തിൻ്റെ അടുത്ത് ചെന്ന് തെങ്കാശി പട്ടണത്തിൽ തിയേറ്റർ ടിക്കറ്റില്ല. അപ്പൊ ഞാൻ കരുതി ദാദാ സാഹിബിന് കിട്ടിയാൽ മതി. രണ്ടുമില്ല. എന്നിട്ട് കാണുന്നതാരോ ഡ്രീംസ് അല്ല നമ്മുടെ ദിലീപ് വില്ലനായിട്ടുള്ള സിനിമ ഡാർലിംഗ്. അയ്യോ മോശം, ഇപ്പൊ വളരെ മോശം എന്നല്ല, അന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അല്ലേ ഇപ്പൊ ശരിക്കും തെങ്കാശി പട്ടണമൊക്കെ റീ റിലീസിന് ഒരുക്കാൻ പറ്റുന്ന സിനിമ കേട്ടോ അല്ലേ. അതൊക്കെ ഗംഭീര സാധനങ്ങളാ. എന്താണെങ്കിലും 2020 വരുന്നുണ്ട്. പേഴ്സണലി നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പോവാൻ. എന്താണെങ്കിലും അടുത്തത് 2 തമിഴ് സിനിമകളാണ്. ഒന്ന് അയൻ, സൂര്യനായകനായ സിനിമ, KV ആനന്ദ് സംവിധാനം ചെയ്ത സിനിമ. അതായത് അയൻ വരുന്നത് തമിഴല്ല, അതിന്റെ തെലുങ്ക് വെർഷൻ. അതായത് ആളുടെ ബർത്ത്ഡേന് ജൂലൈ 23-നാണ് ആളുടെ ബർത്ത്ഡേ. അതിന് അനുബന്ധിച്ചിട്ടാണ് സിനിമ റിലീസിന് എത്തുന്നത്. അത് എല്ലായിടത്തും ഉണ്ടാവും സംശയം ഇല്ല, കുറവായിരിക്കും. അത് പ്ലാൻ ചെയ്യുന്നത് അങ്ങ് തെലങ്കാനയിലാണ്. പിന്നുള്ളത് 7ാം അറിവ് കേട്ടോ. 7ാം അറിവ് ഇവിടെ കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ തിയേറ്ററിലും ഇല്ല, സെലക്ടഡ് തിയേറ്റേഴ്സിൽ മാത്രമേ ഉള്ളൂ. പരിമിതി ഉണ്ട്, അതാണ്. എന്തായാലും 7ാം അറിവും വരുന്നുണ്ട്. AR മുരുകദോസ് സംവിധാനം ചെയ്ത് സൂര്യനായകനായ സിനിമയാണ്. സംഭവപൂലമായിട്ടുള്ള ഒരു അടിപൊളി സിനിമയാണ്. അയൻ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഇല്ല, അയനും 7ാം അറിവും ഒക്കെ തിയേറ്ററിൽ കണ്ടതാ. 2 തിയേറ്ററിൽ കണ്ട സിനിമ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും അടുത്തത് 20ാം നൂറ്റാണ്ട്. ഇത് എനിക്കിത് തിയേറ്ററിൽ കാണുന്നത് ഭയങ്കര ആഗ്രഹമുള്ള സിനിമയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ട്രോമയാണ്. ഈ സിനിമ കാണുമ്പോൾ എനിക്ക് പേടിയാ. മരിച്ച അല്ലെ ആ ഒരു കാർ ചേസിംഗിൽ മരിക്കുന്നത്, അത് എനിക്കും അത് അങ്ങനെ തന്നെ ഭയങ്കര നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനം. അന്ന് നിർത്തിയതാണ് ആ സിനിമ. എപ്പോ വന്നാലും ഞാൻ മാറ്റും ആ സിനിമ. പക്ഷെ സിനിമേന്റെ ഒരു പവർ ഉണ്ടല്ലോ. 20ാം നൂറ്റാണ്ട് SN സ്വാമിന്റെ സ്ക്രിപ്റ്റില് നമ്മുടെ ആരായിരുന്നാലും സംവിധാനം ചെയ്ത പേര് പറഞ്ഞു, കെ മധു ഡയറക്ട് ചെയ്ത സിനിമയായിരുന്നു. എന്തായാലും ലാലേട്ടന്റെ ഒരു ഗംഭീര പെർഫോമൻസ്. അതായത് ലാലേട്ടൻ സൂപ്പർ സ്റ്റാർ ആയ സിനിമ. അതെ, അതിൽ നിന്നാണ് സത്യം കേറിയത്, ഒരു ലെവലിലേക്ക് മാറിയത്. അടുത്തത് CID മൂസ, CID സമു. ഇത് ഉറപ്പായിട്ട് കാണും. ഇതെന്താണെങ്കിലും അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. തിയേറ്ററിൽ കാണാൻ ഈ സിനിമകളിൽ ഇത് തിയേറ്ററിൽ കണ്ട സിനിമയാണ്. ഇത് CID മൂസ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ലേ. അതായത് ഇത്രയും ലിസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ തവണ കണ്ട സിനിമ ഇതാണ്, CID മൂസ. അത് തന്നെ ആയിരിക്കും കേട്ടോ, കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ കുറെ കണ്ടിട്ടുണ്ട് തേന്മാവിൻ കൊമ്പത്ത്. പക്ഷെ CID മൂസ ആയിരിക്കും ഏറ്റവും കൂടുതൽ തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ലിസ്റ്റില് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് തേന്മാവിൻ കൊമ്പത്തിനാണ്. അത് കഴിഞ്ഞാൽ CID മൂസ, പിന്നെ അതിന് ശേഷമുള്ളൂ ബാക്കി സിനിമകളൊക്കെ കേട്ടോ. എന്താണെങ്കിലും കാണാം.
വരട്ടെ. തീരെ താല്പര്യമില്ലാത്തത് 2020. എന്തായാലും വേഗം വരട്ടെ, ഓരോന്നോരോന്നായിട്ട്. ഞാൻ 2020യും പിന്നെ പോക്കിരാജയും പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഇതൊക്കെ അന്ന് എൻജോയ് ചെയ്തതാണ്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എനിക്ക് അത്രയ്ക്ക് അന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പിന്നെ ഈ രീതിയിലുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര വെറുപ്പായി. കുറെ എണ്ണം അങ്ങനെ തന്നെ അങ്ങ് വരുമ്പോഴേ എനിക്ക് ഭയങ്കര, അതായത് ഈ പകുത്ത് നൽകുന്ന പരിപാടി ഭയങ്കര വെറുപ്പായിരുന്നു. എന്താണെങ്കിലും ലിസ്റ്റിലുള്ള സിനിമകളൊക്കെ വരട്ടെ. ഇനി ഏതൊക്കെ വരാൻ പകുത്ത് നൽകുക എന്ന് പറഞ്ഞാൽ മനസ്സിലായിണ്ടാവുമല്ലേ? അതായത് ഓരോ സ്റ്റാറുകൾക്ക് ഓരോന്ന് ഇങ്ങനെ എത്ര ഓരോ ഏരിയയും ഓരോ ടൈമും ആ സാധനം. എന്താണെങ്കിലും ഇപ്പൊ ഈ ലിസ്റ്റിൽ വന്നതല്ലാതെ വേറെയും കുറെയൊക്കെ പ്ലാനിങ് ഒക്കെ നടക്കുന്നതുണ്ട്. അതെ, കിട്ടിയതില്ല, വരട്ടെ. എന്തായാലും കാണാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.